വെൽക്കം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചിട്ടുള്ളത് സൈക്കോ അനലിറ്റിക്കൽ തിയറി ഫ്രോയിഡിന്റെ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 തിയറീസും കൂടെ നമുക്ക് നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൈക്കോ ഡൈനാമിക് തിയറികളുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതാണ് സൈക്കോ അനലിറ്റിക് തിയറി. ഈ 2 തിയറികളും കൂടെ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പഠിക്കുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ടേമുകളൊക്കെ. അതായത് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. നമ്മൾ അതിനുള്ളിൽ ഈ ഒരു 3 തിയറിയെങ്കിലും നമ്മൾ ഒന്നറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അതായത് ചില ടേമുകളെങ്കിലും നമുക്കത് ഫെമിലിയർ ആയിരിക്കണം. എങ്ങാനും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു സൈക്കോ അനലിറ്റിക്കൽ തിയറി മാത്രമല്ല, ആ സൈക്കോ ഡൈനാമിക് തിയറിയിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത്, നമ്മളുടെ ആൽഫ്രഡ് ആൽഡറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയും അതുപോലെ തന്നെ കാൾ യുങ്ങിന്റെ ഒരു അനലിറ്റിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു തിയറിയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടെ നമ്മളൊന്ന് നോക്കി വെക്കണം, കാരണം നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ പറയാ, ആൽഡറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയാണ്. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ കണ്ടിന്യൂവേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ സൈക്കോ ഡൈനാമിക് തിയറിയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ സൈക്കോ അനലിറ്റിക് തിയറി ഫ്രോയിഡ് പഠിച്ചു. രണ്ടാമത്തെയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ആൽഫ്രഡ് ആൽഡറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള തിയറി. ഇതിനകത്ത് കാര്യമായിട്ടുള്ള ടേമുകൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക, ആൽഫ്രഡ് ആൽഡർ ഏതാണ്, ഇൻഡിവിജ്വൽ സൈക്കോളജി. പുള്ളിയുടെ ആ 2 ടേമുകൾ ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി, ആ 2 ടേമുകൾ നമ്മൾ ഓർത്തു വെക്കാം. ഓക്കെ, അത് ആൽഫ്രഡ് ആൽഡറിന്റെ തിയറിയുടെ പേരാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ് ആ തിയറിയുടെ പേര്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട 2 പേരുകളാണ് എന്ത്, 2 ടേമുകളാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഈ 2 ടേമുകൾ കേട്ടോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഈ 2 ടേമുകൾ നമ്മൾ ഓർത്തു വെക്കാം. ഇത് രണ്ടും നമുക്ക് ആവശ്യം വരുന്ന ടേമുകളാണ് കേട്ടോ. ഓക്കെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ദെൻ എന്താണ് വരുന്നത്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഓക്കെ, അതായത് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ടായിരിക്കും, ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ആ ഇൻഫീരിയോറിറ്റിനെ മറികടക്കാനുള്ള സ്ട്രൈവ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ സ്ട്രൈവിംഗ് ഫോർ സുപ്പീരിയോറിറ്റി, ഇതൊക്കെയാണ് നമ്മളുടെ ഈ ആൽഫ്രഡ് ആൽഡറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറഞ്ഞ തിയറിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അതായത് തിയറി ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ആൽഡർ, every individual is born with the feeling that they are inferior to others. നമ്മൾ മറ്റുള്ളവരെക്കാളും ഇൻഫീരിയർ ആണെന്നുള്ളൊരു തോന്നലുണ്ട്. ഓക്കെ, ടു മേക്ക് അപ്പ് ഫോർ ദിസ് an aggression drive causes them to overcome their limitations. This is referred to as inferiority complex. If a person believes that they are superior to others, they have a superiority complex. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്താണെന്ന് നമുക്കറിയാം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്താണെന്ന് അറിയാം. അപ്പൊ ആൽഫ്രഡ് ആൽഡറിന്റെ തിയറിയാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി. നമ്മൾ അതിനകത്ത് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട 2 ടേമുകളാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും. ഓക്കെ, ഈ 2 ടേമുകൾ ഓർത്തു വെക്കുക കേട്ടോ. അപ്പം മറക്കരുത് കേട്ടോ ഈ 3 കാര്യങ്ങൾ, ആൽഫ്രഡ് ആൽഡർ, ഇൻഡിവിജ്വൽ സൈക്കോളജി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ ഈ ടേമുകളൊക്കെ കണ്ടതിന് ഉടനടി ഓർക്കുക, അതാരാണ്, ആൽഫ്രഡ് ആൽഡർ. ഓക്കെ, ആൽഫ്രഡ് ആഡ്ലറിന്റെ ആണ് കേട്ടോ. ഓക്കെ, സൈക്കോ ഡൈനാമിക് തിയറിയിൽ ഉൾപ്പെടുന്ന ഒരു തിയറിയാണ് എന്ത്, ഇൻഡിവിജ്വൽ സൈക്കോളജി. ഇനി അടുത്തതാണ് അനലിറ്റിക്കൽ സൈക്കോളജി. നമ്മുടെ കാൾ യുങ്ങിന്റെ തിയറിയാണ്. ഈ കാൾ യുങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളിത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാൾ യുങ്ങിനെ കുറിച്ചിട്ട് എവിടെയായിരുന്നു, ഫ്രോയിഡിന്റെ ആദ്യത്തെ ശിഷ്യനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ നമ്മൾ പറയുന്നത് ശരിക്കും നിയോ ഫ്രോയിഡൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഫ്രോയിഡിന്റെ എന്താ പറയാ, ഫ്രോയിഡിന്റെ ആദ്യകാലത്ത് ഫ്രോയിഡിന്റെ ശിഷ്യന്മാരായിരുന്നുവെങ്കിലും പിന്നീട് ഇവര് എന്താ പറയാ, ഫ്രോയിഡായിട്ടൊക്കെ കുറച്ച്, അതായത് ഒരുപാട് നമ്മളിപ്പോ പറയല്ലോ, ഇപ്പം ഫ്രോയിഡിന്റെ ആ ഒരു തിയറിയിൽ മൊത്തം പറയുന്ന കാര്യങ്ങളോട് എന്താണ്, ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു നമ്മൾ പറയില്ലേ, എന്തെങ്കിലും യോജിക്കായ്കൊക്കെ വരുമ്പോ അവര് അങ്ങ് കുറച്ച് മാറി അവരവരുടേതായ രീതിയിലുള്ള തിയറികൾ ഡെവലപ്പ് ചെയ്തെടുത്ത ആൾക്കാരാണ് കാൾ യുങ്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ. അതുകൊണ്ടാണ് ഇവര് നിയോ ഫ്രോയിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. നിയോ ഫ്രോയിഡൻസ് എന്നാണ് പറയാ ഇവരെയൊക്കെ. ഓക്കെ, അപ്പൊ അതായത് ഫ്രോയിഡിന്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു ആര്, നമ്മളുടെ ഈ ഒരു കാൾ യുങ് എന്ന് പറയുന്നത് കേട്ടോ. നിയോ ഫ്രോയിഡൻസ് എന്നാണ് പറയാ കേട്ടോ. ഓക്കെ, നിയോ ഫ്രോയിഡൻസ് എന്നാണ് പറയാം.
ഇനി എന്താണ് അപ്പം അനലിറ്റിക്കൽ സൈക്കോളജി, ഇദ്ദേഹത്തിന്റെ തിയറി എന്താണ്? ഇതും നമുക്ക് അധികം പഠിക്കാനായിട്ടില്ല. പക്ഷെ നമ്മൾ ഓർത്തു വെക്കേണ്ട ചില ടേമുകൾ മാത്രമാണ്. ഫസ്റ്റ് വൺ എന്താണ്? അതായത് ദ കോൺഷ്യസ് ഈഗോ, അതുപോലെ തന്നെ പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ടേമാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. അതായത് നമ്മളുടെ ഈ ഒരു തിയറിയില്, കാർൽ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു ടേമാണ് എന്താണ്? കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ ഓർത്തു വെക്കണം കാർൽ തിയറിയിൽ. ഓക്കെ, അതായത് ഇദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. പേഴ്സണാലിറ്റി സ്ട്രക്ചറിന് 3 പാർട്ടുകളാണുള്ളത്. അതെന്തൊക്കെയാണ്? കോൺഷ്യസ് ഈഗോ, ഫസ്റ്റ് വൺ കോൺഷ്യസ് ഈഗോ, ദെൻ സെക്കൻഡ് വൺ പേഴ്സണൽ അൺകോൺഷ്യസ്, അതുപോലെ തന്നെ ദ കളക്റ്റീവ് അൺകോൺഷ്യസ്. ഞാനിതില് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ടേം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് എല്ലാവർക്കും, അതായത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോയിഡ് ഒരു അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രോയിഡ് എന്താ പറഞ്ഞത്? നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു മൈൻഡ്, അതായത് നമ്മളുടെ മൈൻഡിനെ മൂന്നായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലുള്ള നമ്മളുടെ എന്താ പറയാ നടക്കാത്ത ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ കുഴിച്ചു മൂടിയിട്ടുള്ള ആ ഒരു മൈൻഡിനെയാണ് ഫ്രോയിഡ് എന്ത് പറഞ്ഞത്? അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ടൈമിൽ ഉപയോഗിച്ചത്. പക്ഷെ കാർൽ യുങ്ങിന്റെ കേസിൽ വരുമ്പോൾ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമല്ല, യുഗങ്ങളായിട്ട് നമ്മളുടെ ഫാദർ, അതുപോലെ തന്നെ നമ്മളുടെ പൂർവികര്, അതായത് നമ്മളുടെ ആ ഒരു പരമ്പരയിൽ പെട്ട അവരുടെ എല്ലാവരുടെയും എന്താണ് നമ്മൾ പറയില്ലേ, അതായത് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്: ദ എക്സ്പീരിയൻസസ് ആൻഡ് ഐഡിയാസ് ഇൻഹെറിറ്റഡ് ഫ്രം വൺസ് ആൻസെസ്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കളക്റ്റീവ് അൺകോൺഷ്യസ്. അതായത് യുഗങ്ങളായിട്ട് നമ്മളെ അച്ഛന്മാരായിട്ട്, അല്ലെങ്കിൽ നമ്മളെ അച്ഛന്, അപ്പൂപ്പന്മാര്, അതുപോലെ അമ്മയുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് വരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു മൈൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ് കേട്ടോ. ഓക്കെ, കളക്റ്റീവ് അൺകോൺഷ്യസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇൻഹെറിറ്റഡ് ആണ്. ഓക്കെ, അതായത് അത് എവിടുന്നാണ് അതായത് എക്സ്പീരിയൻസസ് ആൻഡ് ഐഡിയാസ് ഇൻഹെറിറ്റഡ് ഫ്രം, നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടത്, യുഗങ്ങളായിട്ട് നമുക്കത് കൈമാറി വന്നിട്ട് അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് നമ്മളെ കാർൽ യുങ് എന്തിനെ പറഞ്ഞു വെക്കുന്നത്? കളക്റ്റീവ് അൺകോൺഷ്യസിനെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതില് ഇപ്പം ഇനിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ ചില വീട്ടുകാർക്ക് ഉണ്ടാവുന്ന, അതായത് എല്ലാവർക്കും ചില സ്വഭാവം, ചില ടെൻഡൻസികൾ, ചിലപ്പോ ആ വീട്ടിൽ നമ്മൾ പറയില്ലേ പാമ്പിനെ പേടിയാണ്, അപ്പൊ എല്ലാവർക്കും എന്തായിരിക്കും? പാമ്പിനെ പേടിയായിരിക്കും. അങ്ങനത്തെ ചില എന്താ പറയാ, ചില വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ചില ടെൻഡൻസികൾ ചിലപ്പോ എല്ലാവർക്കും ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അല്ലെ? അതുപോലെയുള്ള പേടികള്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്തിനകത്ത് ഉൾപ്പെടുത്താം? കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ അകത്ത് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ആ ടേം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ ഉള്ള ടേം കേട്ടോ. ഓക്കെ, ഇനി ഇത്രയുള്ള യുഗങ്ങളായിട്ട് നമ്മളുടെ പരമ്പര വഴി കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് എന്താണ്? ആർക്കിടൈപ്പ് എന്ന് പറയും. ഓക്കെ, ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ്? നമ്മളുടെ മൈൻഡിനകത്ത് നമ്മൾക്ക് എന്തുണ്ട്? ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് അല്ലെ? ഒരാളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിനകത്ത് ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ, അത് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നാണ് നമ്മൾ അതൊക്കെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കിടക്കുന്നത് അല്ലെ? അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ചില ഇമേജസ്, സിംബൽസിന്റെ ഒക്കെ രൂപത്തിലായിരിക്കും, ചില ഐഡിയാസിന്റെ ഒക്കെ രൂപത്തിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കിടൈപ്പിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആർക്കിടൈപ്പിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു യുങ്, വൺസ് കളക്റ്റീവ് അൺകോൺഷ്യസ് കണ്ടെയ്ൻസ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോൾ റേസ് ഗാതേർഡ് over millions of years. Okay, specifically in the form of universal ideas or images are called archetype. Okay, അത് നമ്മളുടെ ഉള്ളിന്റെ ആ ഒരു കണക്റ്റീവ് അൺകോൺഷ്യസ് ഇമേജസും അതുപോലെ തന്നെ എന്താ പറയാ, ചില സിംപിൾസ് ഒക്കെ ആയിട്ട് അവൻ എടുക്കുന്നുണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളുടെ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആർക്കിടൈപ്പ് എന്താന്ന് പഠിച്ചു. ഇനി ആർക്കിടൈപ്പിനെ 4ആയിട്ടാണ്
ക്ലാസ് 4 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് സെൽഫ്, പേഴ്സോണ, ഷാഡോ, ആനിമ, ആനിമസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ടേമുകൾ ഒന്ന് നോക്കി വെക്കാം. ഇപ്പം ചില നമ്മൾ പറയല്ലോ, ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു അമ്മ റോള് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കും. അപ്പൊ റോൾ ആസ് എ മദർ, അല്ലെങ്കിൽ റോൾ ഓഫ് സൺ, റോൾ ഓഫ് ഹസ്ബൻഡ്, അതൊക്കെയാണ് ഈ പേഴ്സോണ എന്നതിൽ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ പറയില്ലേ, ചില റോൾസ് സൊസൈറ്റി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു റോൾസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സോണ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകളാണ് ആനിമ, ആനിമസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയല്ലോ, എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും എന്തുണ്ടായിരിക്കും, ഒരു സ്ത്രീ സ്വഭാവം ഉണ്ടായിരിക്കും. നേരെ തിരിച്ചും നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഒരു ബൈസെക്ഷുവാലിറ്റിനെയാണ് ഈ ഒരു ടേം റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബൈസെക്ഷുവാലിറ്റിനെയാണ്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ഫെമിനിൻ ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫെമിനിൻ ആർക്കിടൈപ്പ് ഇൻ മാൻ. ഓക്കെ, അതായത് ഒരു പുരുഷന്റെ ഉള്ളിലുള്ള ആ ഒരു ഫെമിനിൻ ആർക്കിടൈപ്പിനെയാണ് ആനിമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീയുടെ ഉള്ളിലുള്ള ആ ഒരു പുരുഷന്റേതായിട്ടുള്ള ആ ഒരു ആർക്കിടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനിമസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ ആനിമയും ആനിമസും രണ്ടും എന്താണ്, എവരി ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് ആര് പറയുന്നത്, കാൾ യുങ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആനിമ, ആനിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേമുകൾ പഠിക്കുക. പിന്നെ ബാക്കി 2 ടേമുകളാണ് ഷാഡോ, അതുപോലെ തന്നെ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെല്ലേണ്ട കാര്യം ഇല്ല, പക്ഷെ ഈ ടേമുകൾ നമുക്ക് പരിചയം ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, കാൾ യുങ്ങിന്റെ നമ്മൾ ഈ തിയറി പറയുമ്പോൾ അതില് ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകേണ്ട കാര്യം, പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. ആർക്കിടൈപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് കാൾ യുങ്ങിനെ പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആനിമ, ആനിമസ് എന്ന് കേൾക്കുമ്പോ ആനിമ എന്താണ്, അത് എന്താണെന്നുള്ളത് നമുക്ക്, അതായത് ഫെമിനിൻ ആർക്കിടൈപ്പിൻ എന്താണ്, മെയിൽ അല്ലെങ്കിൽ മാൻ, അതാണ് ആനിമ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മനസ്സിലായോ? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഈ തിയറിനെ കുറിച്ചിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണ്, ആർക്കിടൈപ്പിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഇത് ആ ഒരു ഡെഫിനിഷനിലൂടെ എന്താണ് ആർക്കിടൈപ്പ് എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ മേജർ ടേമുകൾ നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് അതൊക്കെ ഒന്ന് എന്താന്ന് മനസ്സിലാക്കി പോവുക, അത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. കാര്യമായിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ദെൻ ലാസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞു, കാൾ യുങ്ങിന്റെ പേഴ്സണാലിറ്റി, അത് കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതാണ് 1921 അദ്ദേഹം ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് 1921 കേട്ടോ. 2 തരത്തിലുള്ള പേഴ്സണാലിറ്റി ആണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ? എക്സ്ട്രോവേർട്ടും അതുപോലെ തന്നെ ഇൻട്രോവേർട്ടും. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും. എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്താന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ടോക്കറ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും അല്ലെ. ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും, കുറച്ച് റിസർവ് ചെയ്തിട്ടുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ ഇൻട്രോവേർട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മള് എവിടുന്നാ തുടങ്ങി, സൈക്കോ ഡൈനാമിക് തിയറി നമ്മൾ ഇതോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. അതിൽ 3 തിയറികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 3 തിയറികളിൽ നമ്മൾ പറഞ്ഞു, എന്താ പറയാ, ഇതില് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സൈക്കോ അനലിറ്റിക് തിയറി, ദെൻ ഇൻഡിവിജ്വൽ സൈക്കോളജി നമ്മളിവിടെ പറഞ്ഞു, ആൽഫ്രഡ് ആഡ്ലറിന്റെ. അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഫീരിയോറിറ്റി, സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 2 ടേമുകൾ. അതുപോലെ തന്നെ കാൾ യുങ്ങിന്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ആർക്കിടൈപ്പുകൾ ഉണ്ട്. ആർക്കിടൈപ്പുകൾ ഏതൊക്കെയാണ്, 4 എണ്ണമാണുള്ളത്. അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആനിമ, ആനിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേം ശ്രദ്ധിക്കാം. ദെൻ പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. ഓക്കെ, ഇത്രയാണ് ഈ തിയറിയിൽ, ഈ ഒരു സ്ലൈഡിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് വീണ്ടും നമുക്ക് ട്രേറ്റ് തിയറികൾ പഠിക്കാനായിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ട്രേറ്റ് തിയറികൾ ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുകളെ കുറിച്ച് നമുക്ക് ഇനി പഠിക്കാനുണ്ട് ഈ പേഴ്സണാലിറ്റിയിൽ. അതുപോലെ തന്നെ നമ്മൾ എറിക്സന്റെ ഒരു സൈക്കോ സോഷ്യൽ തിയറി നമുക്ക് ഉൾപ്പെടുത്താനായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതില് തിയറികൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട സൈക്കോ അനലിറ്റിക് തിയറി കഴിഞ്ഞു. അതിന്റെ കൂടെ വരുന്ന 2 തിയറികളും കൂടിയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ വീഡിയോയിലും നമുക്ക് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്രോച്ചസുകൾ നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്ത് വരും. അപ്പൊ നന്നായിട്ട് ആ ടേമുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് ആ ടേമുകളാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റണം.
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.